ആൻഡമാനിൽ നിന്നും കേരളത്തിലെത്തിയ ഒരു കൊമ്പനാനക്കുട്ടിയെ 2001 സെപ്റ്റംബർ 2 ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തി. ജനനം 1989. അതുപ്രകാരം ആനക്കുട്ടിയുടെ നടയിരുത്തുമ്പോഴുള്ള പ്രായം 12 വയസ്സ്. ഗുരുവായൂരുള്ള പണ്ടാരൻ വീട്ടിൽ PV സത്യൻ എന്നയാളായിരുന്നു ആനക്കുട്ടിയെ നടയിരുത്തിയത്. അന്നവന് കൃഷ്ണനാരായണൻ എന്ന് മേൽശാന്തി പേര് വിളിച്ചു. ഈ ആന 2000 കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഈ ആന ഷാജി പറഞ്ഞ ഉടമസ്ഥൻ കൊണ്ടുവന്ന് 2001 സെപ്റ്റംബർ 2 തൃശ്ശൂർ ധന്യ അലുമിനിയം സെന്ററൊക്കെ ഉള്ള സത്യൻ എന്ന് പറഞ്ഞ ഒരാളെ നടക്കിയിരുത്തിയ ഈ ആന ആൻഡമാനിൽ നിന്ന് വന്ന ആനയാണ്. പിന്നെ ഈ ആന രണ്ടാമത്തെ ചട്ടക്കാരനാണ് ഞാൻ. ആദ്യം ഒരു പയ്യനായിരുന്നു ഷാജിയുടെ അടുത്ത് നിൽക്കുമ്പോൾ. പിന്നെ ഞാൻ അവിടുന്ന് ഞാനാണ്. പിന്നെ 11 വർഷം അവളും ഈ ആനയും കൊണ്ട് നടക്കി. നല്ല ഭംഗിയുള്ള തുമ്പിക്കൈയാണ് നമ്മുടെ കൃഷ്ണനാരായണൻ എന്ന് പറഞ്ഞ ആനയാണ് ഇത്. അതുമാതിരി കനമുള്ള കടക്കൈ, അതുമാതിരി കൊമ്പ്, നല്ല ഭംഗിയുള്ള കൊമ്പുകളാണ്. ഇവിടെ ഈ കൊമ്പിൻ്റെ ഈ ഭാഗത്തിന് പറയുന്നത് തുനിക്കൊമ്പ് എന്ന് പറയും. അതുമാതിരി ഈ ഭാഗത്തേക്ക് കടക്കൊമ്പ് എന്ന് പറയും. ഇത് ചീളിയാണ്. ഈ കൊമ്പിനെ ആവരണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ ഭാഗത്തിന് ചീളി എന്ന് പറയും. ചീളി വിരിവ് ഉള്ള ഒരാനയാണ്. അപ്പോൾ കൊമ്പിൻ്റെ അകലം ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതുമാതിരി ഇത് കടക്കണ്ണ്, വാൽക്കണ്ണ്, അതുമാതിരി ഇത് കൺപളയം. ഇതാണ് ഉയർന്ന പരന്ന വായുകൊമ്പാണ് കൃഷ്ണനാരായണൻ. അതുമാതിരി അത് കഴിഞ്ഞ് തലക്കുന്നി, ഉയർന്ന പരന്ന തലക്കുന്നി. അതുമാതിരി വലിയ ചെവികളാണ്, നല്ല വലിയ ചെവികളാണ് കൃഷ്ണനാരായണൻ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ആനയുടെ മുഖത്തിൻ്റെ ഒരു രൂപഭാവങ്ങൾ. നമ്മൾ പിന്നെ വരുന്നത് വലിയ നല്ല നടകളും അമരങ്ങളും. അതായത് മുൻകാലുകൾക്ക് നട എന്നും പിൻകാലുകൾക്ക് അമരം എന്നും പറയാറുണ്ട് നമ്മൾ. ഇത് മതകരി, ഈ പുള്ളികൾക്ക് മതകരി എന്ന് പറയും. ഈ ആനയെ സംബന്ധിച്ചിടത്തോളം വിട്ട പുള്ളികളാണ്, അതും വളരെ കുറഞ്ഞ മതകരി. ഈ മതകരി പല നിറങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഈ ചില ആനകൾക്ക് നല്ല ഉണക്കലരി കുതിർത്തിമാരിയുള്ള നല്ല ഭംഗിയുള്ള നിറമുള്ള മതകരിയാവും. അത് നല്ല ഭംഗിയുള്ള അതാണത്. അത് നല്ല ലക്ഷണങ്ങളിൽ ഒന്നാണത്. ഇവിടെ തന്നെ വലിയ നാരായണൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. ആനയ്ക്ക് അങ്ങനെയായിരുന്നു. അതുമാതിരി ഇതിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ മതകരിയുള്ളൂ, അത് അകന്ന പുള്ളികളാണ്. ഈ ഭാഗത്തേക്ക് കന്നം എന്ന് പറയും. ഇതിൻ്റെ മുകളിലാണ് ഈ കന്നക്കുഴി. ഇപ്പം ഇതിൻ്റെ കന്നക്കുഴി നികന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറേശ്ശെ നനയുന്നൊക്കെ ഉണ്ട്. ഇത് ഇവിടെ 2 ദ്വാരങ്ങൾ കാണും. 2 വശത്തും കന്നക്കുഴിയിൽ ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങളിൽ നിന്നാണ് ഈ കൊഴുത്ത ദ്രാവകം ഒഴുകിക്കൊണ്ടിരിക്കുക. അതാണ് മതജലം എന്ന് പറയും. അടുത്ത മാസം കിട്ടുമ്പോൾ ഇപ്പോൾ കൃഷ്ണനാരായണനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം നീരിൽ കെട്ടാൻ പോവുക, മതപ്പാടിൽ കെട്ടിയുറപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സൂചനകളൊക്കെ ഇപ്പോൾ ആനയ്ക്ക് കണ്ടുവരുന്നുണ്ട്. കൃഷ്ണനാരായണൻ്റെ ഭംഗിയുള്ള കണ്ണുകളാണ്, തേൻ നിറമാണ് കണ്ണുകൾക്ക്. ഈ ഭാഗത്തേക്ക് വാൽക്കണ്ണ് എന്ന് പറയും. ഇത് കടക്കണ്ണ് എന്ന് പറയും. ദേവസ്വത്തിൽ വന്ന ശേഷം 1ാം ചട്ടക്കാരനായി ഒരാളെ ഉണ്ടായിട്ടുള്ളൂ കൃഷ്ണനാരായണൻ. അത് നന്ദകുമാറാകുന്നു. ഇപ്പോഴും നന്ദകുമാർ തന്നെ ചട്ടക്കാരൻ. കൂട്ടുപ്രവർത്തിക്കാരനായി കുളപ്പുള്ളിയിലെ ഗണേഷ് കുമാറും. കൊല്ലത്ത് ഈ ആന ഇരിക്കാൻ കിടക്കൊന്നും ചെയ്തായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ തല്ലി ഇവിടെയൊക്കെ കലകളൊക്കെ ഉണ്ട്. മുന്നേ തല്ലി ഇതാക്കിയതിൻ്റെ ഒക്കെയാണ്. നമ്മളുടെ കിട്ടിയതിനു ശേഷം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ടും നമ്മുടെ കടാക്ഷം കൊണ്ടൊക്കെ നമ്മൾ നന്നായി കൊണ്ടു നടക്കുന്നു എന്ന് ബാക്കിയുള്ള ആനക്കാരൊക്കെ പറയുന്നുണ്ട്. നമുക്കും അതേ സംതൃപ്തിയാണ് നമ്മളുടെ വേണ്ടത്. ഒരു 150 റുപ്യ പണി എടുത്ത് ഇവിടുന്ന് കിട്ടുമെന്ന് വെച്ചെങ്കിൽ ഒരു 140 റുപ്യക്ക് ഇതുവരെയായിട്ടും പണിയെടുത്ത് അതിൻ്റെ മുതൽ ആനയമ കാണിക്കാറുണ്ട് ആത്മാർത്ഥമായിട്ട്. അങ്ങനെ നമ്മൾ ജീവിക്കുന്നു. സ്നേഹത്തോടെയുള്ള പെരുമാറ്റം,
ശാന്തമായ പെരുമാറ്റം, അതൊക്കെയാണ് കൃഷ്ണനാരായണന് വേണ്ടത്. പൊതുവെ ഒരു മന്ദഗതിക്കാരൻ, നടത്തം തൊട്ടെല്ലാം തന്നെ വളരെ സാവകാശമാണ്. എന്നാൽ ഇവന്റെ നടത്തത്തിനൊരു ഭംഗിയുണ്ട് കാണാൻ. ഇത് യഥാർത്ഥ ആനനട തന്നെ, ഗമയിലുള്ള നടത്തം, ഒരു താളലയമുണ്ടതിന്. ആനോട്ടത്തിന് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഈ ആന ഓട്ടത്തില് ഫസ്റ്റ് പ്രാവശ്യം വന്നു, മുന്നിൽ വന്നു. പക്ഷെ ഞാൻ തളർന്നു പോയി. നമുക്ക് ഓടിയാ എത്തുന്നില്ല. ആന അത്ര സ്പീഡ് വന്ന് നമ്മളൊപ്പം കൂടെ ഓടുക വെച്ചെങ്കിൽ ആന ഒപ്പം കയറും. പക്ഷെ ഞാൻ തളർന്നു പോയി. അപ്പൊ ആന ആളെയും വെച്ച് പോയി. മിടുക്കന്മാരായ പല ഓട്ടക്കാരെയും പിന്നിലാക്കിക്കൊണ്ട് കൃഷ്ണനാരായണൻ ഓടി. നമ്മളൊപ്പം ഓടിയാ നമ്മൾ ആനോടൊപ്പം എത്തില്ല. ഉള്ള കാര്യം പറയണതിന് നമുക്ക് കുഴപ്പമില്ല. ആന അത്ര സ്പീഡിൽ വാശി കയറി ആനക്ക്. പക്ഷെ നമുക്ക് വാശി ഉണ്ടായിരുന്നു. പക്ഷെ എനർജി നമുക്ക് നഷ്ടപ്പെട്ടു. മറ്റേതെങ്കിലും ഒരു ഓട്ടക്കാരന് മറികടക്കാൻ പറ്റാത്തത്രയും അകലം പാലിച്ചുകൊണ്ട് അവന്റെ മുമ്പേ ഉള്ള ഓട്ടം കണ്ടവരെല്ലാം പറഞ്ഞു, ഇവൻ തന്നെ ഒന്നാമൻ. എന്നാൽ കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്ത് വന്നതും എല്ലാവരുടെയും കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് ഗോപുരം കടക്കാതെ അവൻ തെക്കേ നടയിലൂടെ പാഞ്ചിജന്യത്തിനടുത്തേക്ക് നടന്നു. തനിക്കെങ്ങനെ ജേതാവൊന്നും ആകേണ്ട എന്ന നിശ്ചയത്തോടെ. അതാണ് ഉണ്ടായത്. ആനയെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ബൈക്കിൽ പോയിട്ട് കയറി പിടിക്കായിരുന്നു. മമ്മിയുടെ അമ്പലം വരെ ഓടിയാന. കൃഷ്ണനാരായണൻ എഴുന്നള്ളിപ്പിന് മിടുക്കൻ തന്നെ. ഒരു ബുദ്ധിമുട്ടുമില്ല ശാരീരികമായും മാനസികമായും ആനക്കാരന്. ഭഗവാന്റെ ശിരസിൽ ഭഗവാനെ തടമ്പ് കയറ്റിയ പിന്നെ ഇതൊന്നല്ല ആന. ആനക്ക് എന്തോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ നമുക്ക് തന്നെ തോന്നും, പുറമക്കാർ കാണുന്ന ആൾക്കാരും. തലേക്കെട്ട് കെട്ടിയാൽ ചട്ടക്കാരൻ കൂടെ ഉണ്ടായിരുന്നാൽ മതി. ശാസന വേണ്ട, ശിക്ഷ വേണ്ട, നിർദ്ദേശം പോലും വേണ്ട. അവനറിയാം എല്ലാം. വന്ന കാലം തൊട്ട് ഇന്നേ വരെയുള്ള കണക്കെടുത്താൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ശീവേലിയും ശ്രീഭൂതബലിയും നടത്തിയിട്ടുള്ളത് കൃഷ്ണനാരായണനാകുമത്രേ. ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ ശീവേലിക്ക് റെക്കാർഡിക്കൽ എടുത്തിട്ടുള്ള ആന ഇതാണ്. അമ്പലത്തിലെ ഗുരുവായൂരപ്പന്റെ ശീവേലിക്ക് ഉദ്യോഗസ്ഥന്മാർക്കും സമാധാനം. ഈ ആന അവിടെ ശീവേലിക്ക് വന്നാലാണ് അവർക്കും സമാധാനമായിട്ട് കിടന്നുറങ്ങാന്ന്. അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ ശീവേലിക്ക് വന്നു വെച്ചെങ്കിൽ അവർക്കും ആ കൃഷ്ണനാരായണൻ ശീവേലിക്ക് വന്നിട്ട് നമുക്ക് പേടിക്കാനില്ല.